സ്ഥാനാർത്ഥി നിങ്ങളോട് പിന്തുണ ആവശ്യപ്പെടുന്നത് താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പിന്തുണയും LDF ഒരു നേതാക്കളോ സ്ഥാനാർത്ഥികളോ ആവശ്യപ്പെട്ടില്ല. അപ്പൊ ആരാണ് നുണ പറയുന്നത്? അല്ല, നുണല്ല. അതിപ്പോ മണ്ഡലം തലത്തില് സ്ഥാനാർത്ഥികൾ പലരും ആവശ്യപ്പെടുമല്ലോ. അതൊരു പാർട്ടിയുടെ പോളിസിയുടെ ഭാഗമായി ആകണമെന്നില്ല. മുഖ്യമന്ത്രി പറയുന്നത് പാർട്ടിയുടെ പൊതു പോളിസി ആയിരിക്കും. അവിടെ നിയമത്ത് നമ്മൾ അവിടെ പ്രാദേശിക തലങ്ങളിൽ നമ്മുടെ പ്രവർത്തകന്മാർ വളരെ ലൈവായുള്ള പൊതുപ്രവർത്തകരാണ്. അവരോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അത് എല്ലാവരും സ്ഥാനാർത്ഥികളൊക്കെ പൊതുസമൂഹത്തിൽ ആവശ്യപ്പെടുമല്ലോ. ആ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പരിഗണനക്കെടുത്തു എന്നതേ ഉള്ളൂ. അല്ലാതെ അതൊരു CPM-ന്റെ ഔദ്യോഗിക ഡിമാൻഡോ അതല്ലെങ്കിൽ LDF-ന്റെ ഔദ്യോഗിക ഡിമാൻഡോ അല്ല. ആ സ്ഥാനാർത്ഥികൾക്ക് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നു. പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്കെതിരെ അതിരൂക്ഷ വിമർശനം നിങ്ങൾ ഉന്നയിക്കാറുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ആ വിമർശനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ലേ? സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനങ്ങൾ പല കാലത്ത് CPM ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഞങ്ങള് ഒരു മുന്നണിക്ക് മാത്രമായി നൽകുമോ, വ്യത്യസ്ത മുന്നണി സ്ഥാനാർത്ഥികൾക്ക് മാറി മാറി വോട്ട് ചെയ്യുമോ എന്നതാണ്. മണ്ഡലാടിസ്ഥാനത്തിൽ അതിന് ഞങ്ങൾ ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പൊതു നിലപാട്. അതിൽ നിന്ന് വിഭിന്നമായ തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഇനി BJP വിജയസാധ്യത പരിഗണിച്ച് വേണോ എന്നുള്ളതിനെ കുറിച്ചും ഡിസ്കഷൻ ഉണ്ട്. ആ ഒരൊറ്റ ആംഗിളിൽ മാത്രം. അല്ലാതെ ഞങ്ങൾ ഒരു പൊതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണുള്ള ആലോചന. നിയമത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആംഗിളിലാണ് അവിടെ തീരുമാനം എടുത്തത്. ബാക്കിയുള്ളിടത്തൊക്കെ ഒരു പൊതു മുന്നണിക്ക് കൊടുക്കണമെന്ന് തന്നെയാണ്. ബഷീർ ചോദിച്ചൊരു ചോദ്യം പോലീസ് നയത്തിൽ ഞങ്ങൾ ഭിന്നാഭിപ്രായമുണ്ട്. ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുമ്പോഴും മുന്നണിയിലെ ഞങ്ങൾ മുന്നണി ഒരു ഘടകകക്ഷി ആയിട്ടില്ല. ഞങ്ങളൊരു ഘടകകക്ഷി ആകണമെന്ന് ആരോടും ചോദിച്ചിട്ടില്ല. മുന്നണിയുടെ ഘടകകക്ഷി ആക്കിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. ധാരണയും നിലവിൽ സെറ്റ് ചെയ്തിട്ടില്ല. കേരളത്തിൽ നിലവിലുള്ള മുന്നണികൾക്ക് തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പോലീസ് നയത്തിന്റെ കാര്യത്തിൽ CPIക്ക് വിഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. CPIയുടെ ദേശീയ സമിതിയിൽ അംഗം പോലും D. രാജ പോലും അതിന് വിഭിന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. CPIയുടെ സംസ്ഥാന ഘടകം വിഭിന്ന അഭിപ്രായം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരാ മുന്നണിയിൽ പോയിട്ടില്ല. ആ മുന്നണിയുടെ കൂടെ തന്നെയാണ്, ആ മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അതാത് സമയത്തെ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ നിലപാടിനെതിരിൽ നിലപാട് സ്വീകരിക്കാൻ സമരം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ മുന്നണി നമുക്ക് ഐക്യം കൽപ്പിക്കണമെന്നില്ല. കോൺഗ്രസിന് ചില നിലപാടോട് നമുക്ക് വിയോജിപ്പുണ്ടല്ലോ പല കാര്യങ്ങളിലും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കേസ് ബൈ കേസാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു നിലപാട് എടുത്തു എന്നതുകൊണ്ട് ആ മുന്നണിയുമായോ അല്ലെങ്കിൽ അവരുടെ നിലപാടുമായോ കാലാകാലങ്ങളിലും അസ്പൃശ്യം എന്ന് പറയുന്ന അർത്ഥമില്ല.